ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരിക്ക് വളരെ കുറ്റബോധം തോന്നുന്നു കേട്ടോ. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം ഗിരിക്കുള്ളിൽ വരികയാണ്. കാരണം മഞ്ജുവിൻ്റെ ആ വാക്ക്, താൻ കാരണം മഞ്ജുവിന് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പേരുദോഷം വന്നു എന്ന ആ കുറ്റബോധം തോന്നുന്നു കേട്ടോ. ഇതിനൊക്കെ കാരണക്കാരനായത് സഞ്ജയ് ആണല്ലോ എന്ന ആ ദേഷ്യത്തോടു കൂടി സഞ്ജയെ ചെന്ന് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം ഗോപിക ഇടപെടുകയാണ്. എന്താ ഗിരി, നീ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഇവിടെ ഇവനെ ഇട്ടിങ്ങനെ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ ഇവനെ എന്താ ചെയ്യേണ്ടത്, ഇവനെ അടിക്കില്ലാതെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള വാക്കുകളായിട്ടോ. എന്താ കാര്യം എന്താണെന്നെങ്കിലും നീ എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ, ഇവൻ ഒരു തവണയും 2 തവണയല്ല ഈ മയക്കുമരുന്ന് ഗോപാൽജിയുടെ വണ്ടിയിൽ കൊണ്ടുപോയിരിക്കുന്നു. ഒരുപാട് തവണ ഇവൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് കാരണം പിടിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഇന്ന് ഗോപാൽജിക്കല്ലേ പേരുദോഷം വന്നിരുന്ന്, നാളെ ഗോപാൽജിക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ വരില്ലേ? അത് ഇവൻ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഞാൻ രക്ഷപ്പെടുത്താനുണ്ടെങ്കിൽ എന്നും ഇപ്പോൾ ഒരാൾ ഉണ്ടായെന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ചാച്ചു ഒന്നും അറിയാത്തതുപോലെ ആണോടാ എന്ന് പറഞ്ഞ് ചാച്ചുവും കരണം നോക്കി ഒന്നാണ്ട് കൊടുക്കണം കേട്ടോ. നീ എന്തിനാടാ ഗോപാൽജിയുടെ പേരുദോഷം ഉണ്ടാക്കുന്നത്? ഗോപാൽജി നാളെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വൃത്തികെട്ട് നെറികെട്ട് പ്രവൃത്തി ചെയ്തിട്ട് വേണോടാ നിനക്ക് ക്യാഷ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് അങ്ങ് കാണിക്കുകയാണ് കേട്ടോ. ഈ സമയം അത് ഗിരി അങ്ങ് വിശ്വസിക്കുകയാണ്. മാഡം നല്ല അടിപൊളിയിലുള്ള പ്രകടനമാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടി ഗിരി നിൽക്കുന്നു. പക്ഷേ ഇവിടെ ചാച്ചുവും അതുപോലെ തന്നെ സഞ്ജയും ഗിരിക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഗിരിക്കില്ല കേട്ടോ. അങ്ങനെ ഗിരി അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. കാരണം സഞ്ജയ് അടിക്കുന്നത് ശാലിനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ശാലിനി ആ ഒരു ഇത് ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നീട് ഗിരി പോകുന്നതിൻ്റെ പിറകെ ശാലിനി പോവാണ്. അങ്ങനെ ഗിരിയെ ഫോളോ ചെയ്ത് ഗിരിയുടെ വണ്ടി തടഞ്ഞ് നിർത്താൻ കേട്ടോ. ഇതേ സമയം ഈ സൈഡിലൂടെ മഹിമ വരുന്നുണ്ട്. അങ്ങനെ ഗിരി എന്താ ശാലിനി എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ നിനക്കൊരു കൈ തരാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അച്ഛൻ്റെ പേരിന് കുഴപ്പം വരുത്താതെയും അതുപോലെ തന്നെ എൻ്റെ സഞ്ജയ് അവനൊരു തെമ്മാടിയാണ്, അവനൊരു വഷളനാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഗിരി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ ആ പ്രകടനം കേട്ടോ. എടുത്ത് കടിച്ചു കീറാൻ നടക്കുന്ന ശാലിനി ഇന്ന് തന്നോട് മയത്തോട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവിടെ ഒരു സന്തോഷമൊക്കെ ഗിരിക്കുള്ളിൽ തോന്നണം കേട്ടോ. അങ്ങനെ ഗിരിയോട് പറയട്, എന്തായാലും മഞ്ജുവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, മഞ്ജുവിന് പേരുദോഷമൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല മഞ്ജു സുഖമായിട്ടിരിക്കും, എന്നാൽ അവളോട് എൻ്റെ അന്വേഷണം പറയണം എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന മഹിമ ആകെ ഞെട്ടിപ്പോവാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ഇവർ തമ്മിൽ ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നതും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം മഹിമക്ക് നന്നായി ദേഷ്യം പിടിക്കുകയാണ്. ശാലിനിയുമായി വീണ്ടും ഗിരി ഒരു കൂട്ടുകെട്ട് കൂടിയാൽ തീർച്ചയായും തൻ്റെ ചേച്ചിയുടെ വിവാഹ ബന്ധം അത് മുറിയുമെന്ന് മനസ്സിലാക്കുന്ന മഹിമ എന്ത് ചെയ്യുന്നു, പിന്നീട് നേരെ പോകുന്നത് ഗിരിയുടെ അരികിലോട്ട് തന്നെയാണ്. അതിനിടയ്ക്ക് ഗിരി ശാലിനിയുടെ കൈകൾ പിടിക്കുന്നുണ്ട്. അതായത് ശാലിനി പറയുന്നു, ഇനി എന്നും നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കണം, എന്തായാലും മഞ്ജുവിനോട് എൻ്റെ അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞ് കൈ കോർക്കുകയാണ്. എനിക്ക് എൻ്റെ ബിസിനസ് നന്നായി വളർത്തിയെടുക്കണം, അതിന് ഗിരി എന്നെ സഹായിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ, തീർച്ചയായും ഞാൻ സഹായിക്കും, ഈ രീതിയിൽ നീ പോവുകയാണെങ്കിൽ ഹോട്ടൽ ഇനിയും മുന്നേറും എന്നൊക്കെ ഗിരി ശാലിനിക്ക് ഇങ്ങനെ കൈ കൊടുക്കണം കേട്ടോ. അങ്ങനെ അവർ ചിരിച്ച് കളിച്ച് ആ സംസാരിക്കുന്നത് കാണുമ്പോൾ മഹിമക്ക് നന്നായി ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ മഹിമ എന്ത് ചെയ്യുന്നു, ഗിരി പോകുന്ന വേറൊരു സൈഡിലൂടെ ഗിരിയുടെ വണ്ടിയുടെ മുന്നിലോട്ട് മഹിമ അങ്ങ് ചാടുകയാണ്. അപ്പോൾ ഈ സമയം ഗിരി അങ്ങ് നല്ല സന്തോഷത്തോടു കൂടി മഹിമയുടെ മുന്നിലോട്ട് അങ്ങ് വന്നതാണ് കേട്ടോ. മഹിമ നീ എന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും, അത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം എന്നോടൊന്നും എടുക്കണ്ട, എൻ്റെ ചേച്ചിയുള്ളപ്പോൾ ചേച്ചിയോട് വേറെ സ്വഭാവം, അതൊരു പാവമാണ്, അതിനെ നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട, ചേച്ചിയുള്ളപ്പോൾ ചേച്ചിയോട് വേറെ സ്വഭാവം, എന്നോട് വേറെ സ്വഭാവം എന്ന വേറൊരുത്തിയെ പിന്നാലെ വീണ്ടും കൊണ്ട് നടക്കുന്നു. എന്താ മഹിമ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇത് കേട്ട ഉടനെ എന്താ പറയുന്നതെന്ന ആ ശാലിനിയുമായി നടുറോട്ടിൽ കൊഞ്ചിക്കോയെന്ന് ഞാൻ കണ്ടില്ലെന്നാണ് വിചാരിച്ചത്. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ചേച്ചിയെ പറ്റി നിങ്ങൾ ശാലിനിയുമായി ഒരു വിവാഹ ജീവിതം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയോട് സ്നേഹം കാണിച്ച് നിങ്ങൾ ബന്ധം കൂടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ശാലിനിയുമായുള്ള ഒരു ബന്ധം കൂടാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ എതിർക്കും. എൻ്റെ ചേച്ചിയെ പറ്റിച്ച് നിങ്ങൾ വേറൊരു വിവാഹ ജീവിതത്തിലോട്ട് പോകാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ കേട്ടോ ആകെ കിളി പോവാണ് മഹിമക്ക്. എന്താണ് വായിൽ വരുന്നതെന്ന് അറിയുന്നില്ല. മഹിമ എടുത്തു ചാടി തന്നെ ഇങ്ങനെ ഗിരിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗിരി എന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാൻ മഹിമ കൂട്ടാക്കുന്നില്ല. അങ്ങനെ മഹിമ ദേഷ്യത്തോടു കൂടി തൻ്റെ ചേച്ചിയെ കാണാൻ പോവാണ് കേട്ടോ.
ഈ സമയമാണെങ്കിലോ ഭാനുമ്മ നല്ല കൊട്ടുകൊട്ടാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഭാനുമ്മ ദേഷ്യത്തോടു കൂടി ഭാനുമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഭാനുമ്മയുടെ മുന്നിലോട്ടാണ് മഞ്ജു ഇറങ്ങി വരുന്നത്. മഞ്ജുവിനെ കണ്ടവിടെ തന്നെ അതാ അവൾ വരുന്നത്, ഇനിയിപ്പോൾ ഇന്നെന്താണോ അവൾ ഇന്നെന്ത് കേസ് ഉണ്ടാക്കാനാണ് അവൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാറ്റ തെറ്റായ ആ ഒരു മെസ്സേജ് വീണ്ടും കുഞ്ഞാറ്റ കൊടുക്കുമ്പോൾ ഭാനുമ്മയുടെ സ്വഭാവം മാറിയിട്ടാ. അങ്ങനെ ഭാനുമ്മ, ഡി നീ എന്ന് ഇങ്ങോട്ടാടി, എൻ്റെ മകനെ ഇനിയും ജയിലിലോട്ട് ഇടാനുള്ള പരിപാടിയാണോ ഡി എന്ന് പറയുമ്പോൾ മഞ്ജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും എന്താടി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കേട്ടില്ലേ, ഇന്ന് നീ എൻ്റെ മകനെ ജയിലിലിടാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ജയിലിലിടാനോ ജയിലിലിടിപ്പിക്കാനോ ഒന്നുമില്ല. ഓരോരുത്തർ തെറ്റ് ചെയ്തതിൻ്റെ ഫലം ഓരോരുത്തരും അനുഭവിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കണ്ടില്ല അവളുടെ നാവ് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ മഞ്ജു നടന്നു പോകുന്ന വഴിക്ക് മഹിമ എത്താണ്. മഹിമ നേരെ മുന്നിലോട്ട് വരുമ്പോൾ, ചേച്ചി ഈ ബാഗും തൂക്കി ഇങ്ങനെ പോയിക്കോ, ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ യാതൊരു ബന്ധവും ചേച്ചിക്ക് വേണ്ട. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, അന്നാ ഓണത്തിൻ്റെ അന്ന് ചേച്ചിയെ നോക്കുകുത്തിയാക്കി ആ ഭാനുമ്മയും ബാക്കിയുള്ള കൂട്ടരും എല്ലാവരും ഗിരിയേട്ടനൊപ്പം ഓണം കഴിപ്പിക്കാൻ ശാലിനിയെ ഇരുത്തിയില്ലേ, അതുപോലെ ഇനിയുള്ള പ്രവൃത്തികൾ അവർ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഗിരിയേട്ടനൊരു പാവമാണ്. ആ മനുഷ്യന് തെറ്റേത് ശരിയേത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇന്നും ഗോപാൽജിയുടെ പിറകെ നടക്കുന്നത്. തനിക്കൊരു ചോറ് തന്നെ എന്ന ആ നന്ദിയാണല്ലോ ഇന്നും കാണിക്കുന്നത്. പക്ഷേ അയാൾ തന്നെയാണ് ശത്രു എന്ന് ഗിരിയേട്ടൻ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അയാളുടെ മക്കൾ ശാലിനി. ആ ശാലിനി ഇപ്പോൾ ഗിരിയേട്ടനെ പിറകിലാണ്. ഗിരിയേട്ടനെ നടുറോട്ടിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി സംസാരിക്കലും അവർ തമ്മിൽ കൈ കൊടുക്കലും എങ്ങനെയൊക്കെയുള്ള ഒരു സീന് ഞാൻ കണ്ടു. അതിനെന്താ നീ ഇപ്പോൾ വിഷയമാക്കാനുള്ളത്? ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നോ, ചേച്ചിയുടെ താലി കഴുത്തിൽ നിന്ന് അറ്റുപോകുമ്പോൾ ചേച്ചി സങ്കടപ്പെട്ടിട്ട് പിന്നെ കാര്യമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം മഞ്ജുവിനുള്ളിൽ ഒരു പേടി വരികയാണ്. ശാലിനി നേടിയെടുക്കാൻ കഴിവുള്ളവളാണ്, അവളെ ഒതുക്കണം, അവളെ ഒതുക്കിയാൽ മാത്രമാണ് തൻ്റെ ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ മഹിമക്കും അതുപോലെ തന്നെ മഞ്ജുവിനും മനസ്സിലാവാണ് കേട്ടോ. ഈ സമയം സഞ്ജു ആണെങ്കിലോ തൻ്റെ ചാച്ചുവിനോട് ചോദിക്കുകയാണ്, ചാച്ചു എന്നാലും എന്നെ അടിച്ചത് 1.5 അടി തന്നെയാണ്, അതെനിക്ക് വല്ലാതെ വേദനിച്ചു. എടാ, അപ്പോൾ അവൻ്റെ മുന്നിൽ നിന്നെ എനിക്ക് അടിക്കല്ലാതെ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. കാരണം നീ ഒരു തവണയാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പറയായിരുന്നു. പക്ഷേ നീ ഒരുപാട് തവണ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നവൻ തെളിയിക്കുമ്പോൾ എനിക്ക് നിന്നെ അടിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കാരണം ഗോപാൽജിക്ക് എന്നും ഒരു നായയാണ്. ഇവനെ പിണക്കി വിട്ടാൽ ഗോപാൽജി നമ്മുടെ നേർക്ക് തിരിയും, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗോപാൽജി അറിയാതെ എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. സ്നേഹത്തോടു കൂടി കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ നമുക്കങ്ങ് ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജുവിനുള്ളിൽ പേടി വരികയാണ്. ഇനിയിപ്പോൾ ശാലിനി അവളെ ഒതുക്കുക തന്നെ വേണം. ശാലിനിക്ക് ഒരു 1.5 കൊട്ട് കൊടുക്കണം, എങ്കിലാണ് ശാലിനി തൻ്റെ ഗിരിയുടെ കൂടെ എന്തിന് നടക്കുന്നു എന്ന ആ ഒരു ചിന്ത ഇങ്ങനെ മഞ്ജുവിനുള്ളിൽ വരികയാണ്. അങ്ങനെ മഞ്ജു ഇനി ശാലിനിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാലിനിയുടെ യഥാർത്ഥ മുഖം മഞ്ജുവിന് മുന്നിൽ തുറന്ന് കാണിക്കും. എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ ഭാനുമ്മക്കും ഗിരിക്കും മുന്നിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊന്നല്ല, എനിക്ക് ഗിരിയേട്ടനെയും അതുപോലെ തന്നെ ഗിരിയേട്ടനിൽ നിന്ന് നിന്നെയും അകറ്റാൻ വേണ്ടി തന്നെയാണ്. അത് നീ കുറിച്ചിട്ടോ. എൻ്റേതാക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് ഇങ്ങനെ മഞ്ജുവിനോട് ശാലിനി പറയുമ്പോൾ എന്നാൽ കാണാം എന്ന ആ വെല്ലുവിളിയോട് കൂടിയിട്ട് മഞ്ജുവും പോകൂട്ടോ.